അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ 8 നോമ്പും കഴിഞ്ഞു അല്ലേ. ഇതാ 9ാമത്തെ നോമ്പാണ് നമ്മുടെ ഇന്ന് ഈ വ്ളോഗ് ഇടുന്ന ദിവസം. മാഷാ അല്ലാഹ്, ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി കണ്ടപ്പം. ഭൂമിയൊക്കെ ഒന്ന് തണുത്ത പോലെ ഉണ്ടായിരുന്നു. എല്ലാവിടെയും മഴയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഓരോരുത്തർ കോൾ ചെയ്യുമ്പോഴേ നമുക്ക് മാത്രം എന്താ മഴയില്ലാത്ത, പഠിച്ചോ നമ്മളെയൊക്കെ മറന്നോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. 8ാമത്തെ നോമ്പിൻ്റെ ദിവസമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ എണിച്ച് നമ്മുടെ അത്താഴമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് എണിച്ച ശേഷമാണ് കേട്ടോ ഞാൻ ഓരോരോ പണികളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കും. ഫ്രണ്ട് ഏരിയ എന്നൊന്നും അടിച്ചു വാരില്ല. ഒത്തിരി ഇലകളൊക്കെ കാണുന്ന ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ അടിച്ചു വാരിയിട്ട് എടുക്കാറ്. ബാക്ക് സൈഡും അങ്ങനെയാണ്. ബാക്ക് സൈഡൊക്കെ പോയി ഒന്ന് അടിച്ചു വാരണം. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം, ഓയിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആക്കണം എന്നൊക്കെ വിചാരിച്ചേക്കുവാണ്. പിന്നെ സമൂസ ഇല്ലാണ്ട് എന്ത് നോമ്പ് തുറാന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരു സമൂസ ഉണ്ടാവും കൂടെ. അതൊരു ശീലമായിപ്പോയി. അപ്പം എന്തായാലും ഞാൻ ബാക്ക് ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ എത്ര ഇപ്പോൾ വെയിറ്റ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഇപ്പോൾ ഞാൻ കറക്റ്റ് 73 കിലോ ആണ്. 76 കിലോ വരെ ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഫുഡ് അടിയായിരുന്നു. മധുരം കഴിക്കുമായിരുന്നു. ജിമ്മിൽ പോവുക, വരിക, ഫുഡ് കഴിക്കുക. ഇതായിരുന്നു എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞ പോലെ. ഭയങ്കര ഒരു ക്രേവിങ്സ് കൂടിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഒരുവിധം കൺട്രോളായി പോയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഇന്നത്തെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കും. ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് ഞാൻ ഉണ്ടാക്കും കേട്ടോ. എണ്ണയിൽ പൊരിച്ചെടുക്കണോ എന്തായാലും നമുക്ക് മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് കുറേ ആയി ഞാൻ മാക്രോണി ചിക്കൻ പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷം മുന്നേക്ക് ഞാനിത് സ്ഥിരം നോമ്പിന് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. സ്പൈസിയാണ്, പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എണ്ണയില്ല, അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ടല്ലോ. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല കേട്ടോ, അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ വേവിച്ചിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും കൊട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട്. അപ്പം നമുക്ക് പലഹാരങ്ങൾക്കൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർത്തി കൊടുക്കുകയാണ്. ഇനി ഈ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇച്ചിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം. കാസ്റ്റേണിൻ്റെ ചട്ടിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാനിതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഏത് പലഹാരത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒന്ന് തിളച്ച ശേഷം ഞാനിവിടെ 1.5 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഊറ്റി മാറ്റി വെക്കണം. ജസ്റ്റ് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയും കൂടി എടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു 5 എഗ്ഗ് എടുക്കുക, ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേവിച്ച മാക്രോണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫില്ലിങ് ഉണ്ടാക്കിയില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടെ സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. എനിക്ക് പൊതുവേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, കഴിക്കുന്നതിനേക്കാൾ കാണുന്നതാണ് കേട്ടോ ഇഷ്ടം. അതിൻ്റെ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും പഴയ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട പാത്രം വെച്ച് കൊടുക്കുക. ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടായി എന്ന് ഉറപ്പാക്കിയ ശേഷം നമ്മൾ മിക്സ് ഇതിലോട്ട് അങ്ങനെ ആക്കി കൊടുക്കുക, നിരപ്പാക്കി എടുക്കുക. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് തിരിച്ചിട്ടും കൂടെ കൊടുക്കണം കേട്ടോ. വെന്തോ നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു പാനിലോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ആ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പം ഞാനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ചീസ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ചീസ് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ചില്ലി ഫ്ലേക്സും ആക്കി കൊടുത്തു. ഞാൻ കൈകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുത്തു. മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം റെഡി. ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുന്തിരിയും കറുപ്പ് മുന്തിരി. അപ്പം ഞാനത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട്. അതിനുശേഷം എല്ലാ നോമ്പിനും ഞാൻ പതിവായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കസ്റ്റാർഡാണ്. അപ്പം ഈ നോമ്പിനും ഞാനത് പതിവ് തെറ്റിച്ചില്ല. പാല് തിളച്ച് വരുമ്പോൾ 1 കപ്പ് പഞ്ചസാര, ഇത് കറക്റ്റ് ആയിരിക്കും. ഇത് മധുരം കൂടിയില്ലേ, ഷുഗർ ഉണ്ടാവില്ലേ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ കസ്റ്റാർഡ് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെച്ചതാണ്. ഇനി അത് നമുക്ക് ഈ തിളച്ച പാലിലോട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഈ കസ്റ്റാർഡ് മിക്സ് കുറച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പല ഷേക്ക് അടിക്കുമ്പോഴും അതിൽ ഇച്ചിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പം എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇന്ന് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പോളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ടൈപ്പ് ആക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിയും ഇതുപോലെ നമ്മുടെ ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ കുരുമുളക് പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് ഇതാക്കിയ ശേഷം ഒരു 4-5 എഗ്ഗ് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇതാ സ്ക്രാമ്പിൾ പോലെ ആക്കിയിട്ട് എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് സെയിം തന്നെ ഇച്ചിരി ടൊമാറ്റോ സോസും അതുപോലെ കറിവേപ്പിലയും പിന്നെ ഞാൻ പോളയ്ക്ക് വേണ്ടി മാറ്റി വെച്ച കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് സമൂസ ഉണ്ടാക്കാനും വേറെ റോൾ ഉണ്ടാക്കാന്, ബ്രെഡിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് വെക്കാനും ഒക്കെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഫില്ലിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണോ അപ്പൊ തോന്നുന്നത് അത് ഉണ്ടാക്കാം. പിന്നെ മറ്റേ ഡേറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു ഡേറ്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒരു ബോക്സിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റാർഡിന് ആവശ്യമുള്ള ഫ്രൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റാർഡ് നല്ല മൊഞ്ചായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ക്യാഷ്യൂ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബദാമും ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈത്തപ്പഴം നമുക്ക് ധാരാളം ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേഗം ക്യാഷ്യൂ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബദാമും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ കമൻ്റ് ഒന്നും വായിച്ചില്ല അല്ലേ. ഞാൻ നോമ്പ് തുറക്കാൻ ഫ്രൂട്ടൊക്കെ കട്ടാക്കിയിട്ട് പുളിയില്ലാത്ത കട്ട തൈര് മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ട് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്. ഹെൽത്തിന് നല്ലതാണ്, തടി കുറയാനും നല്ലതാണ് അല്ലേ. വലൈക്കും അസ്സലാം. ഞങ്ങൾ ചെറുപയർ കൊണ്ടാണ് ഈ ടൈപ്പിൽ ഉണ്ടാക്കാറ്. ഏത് ടൈപ്പാണെന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. ഇന്നലത്തെ വ്ളോഗിൽ വന്ന കമൻറ്റാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തണേ. പിന്നെ നമ്മുടെ ഇതിലോട്ട് ആപ്പിൾ ചേർത്തി കൊടുക്കണം. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട് സാലഡിൽ ആപ്പിളും ചിക്കു, മാംഗോ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം, ഇഷ്ടം. അനാറ്, മുന്തിരിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പുളിപ്പ് വരും കേട്ടോ. പിന്നെ ഞാൻ ട്രാവലിംഗ് കാണാൻ വന്നതാണ്, ന്യൂ സബ്സ്ക്രൈബർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കഹാനിയുടെ പേജൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒത്തിരി പേര് ഫോളോ ചെയ്യാത്തവരുണ്ട്. വീഡിയോ എന്നും കാണാറുണ്ട്, കമൻറ്റ് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. ഓക്കെ, അത് ഞാൻ ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം യൂസ് ചെയ്യുക കേട്ടോ റോബസ്റ്റിന് പകരം. ഞാൻ എന്തായാലും റോബസ്റ്റാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ഫ്രൂട്ടായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഡ്രൈ നട്ട്സും ഫ്രൂട്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാംഗോയുടെ എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കസ്റ്റാർഡിൻ്റെ മിക്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഒത്തിരി കട്ടിയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ലൊരു യെല്ലോയിഷ് കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റാർഡ്. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാമല്ലോ. ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. പിന്നെ പാല് വന്നപ്പോൾ ഞാൻ വേഗം പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കഞ്ഞി എടുക്കണം. പിന്നെ സമൂസ ഷീറ്റ്
ചില സമയത്ത് ഈ സമൂസന്റെ ഷീറ്റ് ഇങ്ങനെ ഒട്ടി പിടിക്കുമല്ലോ. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറ്. നിങ്ങളവിടെ എങ്ങനെയാണ്, അങ്ങനെ ആവാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു 8-10 സമൂസ കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കുറേ പേർക്ക് ഇപ്പോഴും ഫോൾഡ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ആക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ത്രികോണാകൃതിയിൽ വേണം ആദ്യം പിടിക്കാൻ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ അങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിതാ 2-3 സമൂസയൊക്കെ ഫോൾഡ് ചെയ്യണ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടെ എടുക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്കിത് എയർ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം, അല്ല ബേക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഓയിലൊന്നും ഇല്ലാണ്ട്. ഇവിടെ പിന്നെ എയർ ഫ്രയർ കേട് വന്നു കേട്ടോ, എനിക്കൊരു പേടി അത് യൂസ് ചെയ്യാനിപ്പോൾ. പിന്നെ ഞാനിതാ വേഗം ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുത്തു. ബേക്ക് ചെയ്തൊന്നും ഇവിടെ പറ്റൂല, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ വേഗം സമൂസ റെഡിയാക്കി. പിന്നെ മുന്തിരി വാങ്ങിച്ചത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇപ്പോൾ യൂസ് ചെയ്യാൻ ഇതുപോലത്തെ ഒരു ബൗളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഓറഞ്ചും കൂടെ ഒന്ന് പൊളിച്ചെടുക്കണം. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് നല്ല മഴ പെയ്യുന്നത്. അപ്പം ഞാൻ മഴയുടെ സൗണ്ടൊക്കെ കേൾപ്പിച്ചത്, ഒത്തിരി പേര് മഴ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ നാട്ടിലത്തെ മഴയൊക്കെ കാണാൻ. അപ്പോൾ അവർക്ക് ആ സൗണ്ടും കൂടെ കേട്ടാലാണ് ആ മഴ കാണുന്നതിൻ്റെ എഫക്റ്റ് അവർക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിനും കൊണ്ടാണ്. പിന്നെ ഞാൻ സർബത്തിന് തണുത്ത വെള്ളം ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് പഞ്ചസാരയും നാരങ്ങയൊക്കെ ഒഴിച്ച് സർബത്ത് ഉണ്ടാക്കിയെടുത്തു. പിന്നെ സമയം എല്ലാം അങ്ങ് നിരത്തി വെച്ചു. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണല്ലോ നോമ്പ് തുറക്കണത്. കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, മഴ പെയ്തപ്പോൾ ഞാൻ മക്കളോട് ഇടിയും പൊട്ടുന്നുണ്ട്. പിന്നെ മിന്നലൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു വിടാനൊരു പേടി കേട്ടോ, നടന്നു തന്നെ പോകണ്ടേ. അപ്പം നിങ്ങൾ ഇന്ന് ഇവിടുന്ന് നോമ്പ് തുറന്നാൽ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് തുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ ഗീ റൈസും എല്ലാം ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വെള്ളം കൊണ്ടുവച്ചു, ഫ്രൂട്ട്സ് കൊണ്ടുവച്ചു, നാരങ്ങ വെള്ളം കൊണ്ടുവച്ചു, നമ്മുടെ പോള കൊണ്ടുവച്ചു, സമൂസ കൊണ്ടുവച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ ഐറ്റംസുകൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എന്തായാലും കമന്റ് ആക്കണേ. നിങ്ങളുടെ വീട്ടിലൊക്കെ എത്രത്തോളം പലഹാരങ്ങൾ ഉണ്ടാക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമോ, അതോ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള നോമ്പുതുറയാണോ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം. നമ്മൾ കുറച്ച് ഹെൽത്തി കുറച്ച് അൺഹെൽത്തി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഓയിൽ ഫ്രൈ ആക്കിയിട്ടുള്ള ഒരു ഐറ്റമെങ്കിലും ഇല്ലാണ്ടിരുന്നാൽ നോമ്പ് തുറക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും ഉള്ളത്. പിന്നെ കഞ്ഞിയൊക്കെ വിളമ്പി, തണുത്ത വെള്ളം ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അതൊക്കെ ഒന്ന് വെച്ചു. നെക്സ്റ്റ് നമുക്ക് ഇനി സെർവ് ചെയ്തെടുക്കാനുള്ളത് ഫ്രൂട്ടും പിന്നെ ഈ സമൂസ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസുകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 8 നോമ്പ് കഴിഞ്ഞതും അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈവനിങ് ആകെയാണ് ഒരു ക്ഷീണവും കണ്ണിലോട്ടൊരു ഇരുട്ടൊക്കെ കയറുന്നത് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കാനായി എന്ന് പറഞ്ഞിട്ട് പിള്ളേർ വന്നിരുന്നു കേട്ടോ. പിന്നെ അവിടെയൊക്കെ പള്ളിയിൽ ഈ പറഞ്ഞ പോലെ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് നോമ്പ് തുറക്കുമല്ലോ. അപ്പോൾ അവരിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി എന്നൊക്കെ. പക്ഷെ നമുക്ക് ആ ബാങ്ക് കേൾക്കാണ്ട് അങ്ങ് നോമ്പ് തുറക്കാൻ തോന്നൂല അല്ലേ. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമല്ല, അങ്ങനെ ശീലിച്ചു പോയി. ബാങ്ക് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് തുറക്കണം. ശരിക്കും നോമ്പ് തുറന്നിട്ട് ആ ബാങ്ക് കൊടുക്കണതിനെ നമ്മൾ കേട്ടോണ്ടിരിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ബാങ്ക് കേട്ടതും വേഗം കഴിക്കാൻ തുടങ്ങും. ബാങ്കിനെയൊന്നും ആരും ശ്രദ്ധിക്കൂല അല്ലേ. ശരിക്ക് നോമ്പ് തുറക്കണത് അതിന് മുമ്പാക്കിയതേ ബാങ്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെയല്ലേ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? അപ്പം എന്തായാലും തണുത്ത വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറന്ന് ഞങ്ങൾ 4 പേരും, ഇക്ക ചെന്നൈയിലാണ്, വീക്കെൻഡിലാണ് കേട്ടോ അപ്പോൾ വരാറുള്ളത്. കോഴിക്കോട് നിന്ന് ഇപ്പോൾ ചെന്നൈയിലോട്ട് മാറിയിട്ടുണ്ട്. ഇൻഷാല്ലാ എനിക്കിനി ചെന്നൈയിലൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. 1-2 ദിവസത്തിനൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളത്തിന് നല്ല തണുപ്പായപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച ശേഷം
പിള്ളേര് ഓരോന്ന് കഴിച്ചിട്ട് സൂപ്പർ സൂപ്പർ അപ്പൊ തന്നെ അയാന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, ഇത്ര സ്പീഡിലൊന്നും കഴിക്കില്ല കേട്ടോ, സ്പീഡാക്കിയതാണ്. അങ്ങനെ ഇതാ ഞാനും എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഗ്രേപ്സും അതുപോലെ പോള, ഓറഞ്ച്, പിന്നെ കഞ്ഞിയുണ്ട്, അതും. കഞ്ഞി കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സ്നാക്ക് ഓരോന്ന് കടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറാണ് കേട്ടോ കഞ്ഞിക്ക്. അപ്പോൾ ഇച്ചിരി കഞ്ഞിയാണ് ഇപ്രാവശ്യം എടുത്തുള്ളൂ. പിന്നെ നമ്മുടെ കസ്റ്റാർഡും എടുത്തു. ഇതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയത് കേട്ടോ. ചായ എല്ലാം വെച്ചിട്ട് ഉപ്പാക്കും റിഹാൻക്കും കോഫി മതി പറഞ്ഞപ്പോൾ പാല് തിളയ്ക്കാനായപ്പോൾ ഞാൻ അതിന് 2 ഗ്ലാസ് എടുത്തിട്ട് കോഫി ആക്കി. ബാക്കി എനിക്കും ഉമ്മാക്കും ചായ വെച്ചു. എനിക്കെന്തോ നോമ്പ് ഓർക്കുമ്പോൾ ആ ചായ കുടിച്ചാലല്ലേ ഒരു ഫീൽ കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ചായ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കഴിച്ചൊക്കെ കഴിയുമ്പോൾ ഈ ഒരു സംഭവമാണ് അല്ലേ, അൺസഹിക്കബിൾ. എന്നാലും ഞാൻ കിടക്കുകയൊന്നും ചെയ്യില്ല, വേഗം കഴുകിയെടുക്കും. ഇല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ. അപ്പം ഞാൻ വേഗം കഴുകിയെടുക്കും. എന്നിട്ട് ചോറും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ, നിസ്കാരങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ കിടക്കുള്ളൂ കേട്ടോ. അത് ശീലിച്ചത് ഭയങ്കര ഭാഗ്യമായി. പിന്നെ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാലും ഒന്നിനും പറ്റൂല. അപ്പം നമ്മൾ ഈ നോമ്പ് തുറയോടെ കൂടി അങ്ങോട്ട് നിർത്തുന്നത് അതും കൊണ്ടും കൂടിയാണ്. പിന്നെ ഇരുന്ന് പത്തിരി, ചപ്പാത്തി, പൊറോട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാമ്പേര വിഴുങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ശരിയാവത്തേ ഇല്ല കേട്ടോ. തന്നെ ഞാൻ നോമ്പ് ഇത്ര 10 ആവുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3-4 കിലോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട് മക്കളെ. എവിടെ കുറഞ്ഞ്, ബുദ്ധിയാണോ കുറഞ്ഞ് എന്ന് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ കഹാനിയിലോട്ട് ഞാൻ പോകുന്നുണ്ട്. ഇനിയും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ വ്ലോഗായിട്ട് വരും. നമ്മുടെ ലാസ്റ്റ് കഹാനി വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഷോപ്പിലോട്ട് വന്നിട്ട് ഈദ് പർച്ചേസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വെള്ളിയാഴ്ച മോർണിംഗ്, നാളെ മോർണിംഗ് അവിടെ എത്തും. വെള്ളിയാഴ്ച ഈ വ്ലോഗ് ഔട്ടാവുന്ന ദിവസം ഞാൻ അവിടെ ഉണ്ടാകും ഇൻഷാല്ലാ. നിങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ വരാൻ മറക്കരുത് കേട്ടോ. നമുക്ക് കാണാം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്നാൽ ഞാൻ പോട്ടെ, മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം, അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ നമ്മുടെ വ്ളോഗ് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, എത്രയൊക്കെ തന്നെ. നിങ്ങൾ ഇതിന് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അങ്ങോട്ട് തന്നെ വരണം. അപ്പം എല്ലാവർക്കും ബൈ.